ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 1-ാം വചനം നമ്മളിങ്ങനെ കാണുകയാണ്. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനം കർത്താവ് മനസ്സിലേക്ക് നൽകുമ്പോൾ തൻ്റെ ഹൃദയം നമുക്കായി കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയനാഥൻ്റെ തിരുനാളിന് വേണ്ടി നമ്മൾ 9 ദിവസത്തെ നൊവേനയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നടത്താനും ജീവിത നവീകരണത്തിനും കാരണമാകുക. ഒപ്പം തന്നെ ദൈവത്തോട് നമ്മുടെ ജീവിതത്തെ അടുപ്പിക്കാനും നമുക്ക് സാധ്യമാകുന്നത് ആ ഒരു തലത്തിൽ മാത്രമാണ്. ഇന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന, ദൈവസ്നേഹത്തിൻ്റെ കുറവുള്ള ജീവിതങ്ങളുടെ ശൂന്യത നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നെ ദൈവം സ്നേഹിച്ചു എന്ന് അറിയുമ്പോൾ എനിക്ക് മനുഷ്യരെയും സ്നേഹിക്കാൻ പറ്റും, എൻ്റെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. ബന്ധങ്ങളുടെ വിള്ളലുകൾ നമുക്ക് ചുറ്റും കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, മുറിഞ്ഞുകൊണ്ട് നമ്മളെ സ്നേഹിച്ച തിരുഹൃദയനാഥൻ മരണത്തിൻ്റെ നടുവിലും ഹൃദയം തുറന്നുകൊണ്ട് തൻ്റെ വലിയ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയ ഈശോയുടെ തിരുഹൃദയത്തെ നമുക്ക് ആഴമായിട്ട് സ്നേഹിക്കാം. ആ വലിയ കരുണ നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാം. നൊവേന